ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ഇതിലെ ടെക്സ്റ്റ് ബുക്സ് എക്സസൈസിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. 8ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോളോയിങ് ആൻഡ് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇൻ ഈച്ച് കേസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, potassium bromide plus barium iodide gives potassium iodide plus barium bromide. അടുത്ത് zinc carbonate gives zinc oxide plus carbon dioxide. C question, hydrogen plus chlorine gives hydrogen chloride. അടുത്ത് magnesium plus hydrochloric acid gives magnesium chloride plus hydrogen. നമുക്ക് ഓരോന്നും നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ, പൊട്ടാസ്യം ബ്രോമൈഡ് പ്ലസ് ബേരിയം അയഡൈഡ് ഗിവ്സ് പൊട്ടാസ്യം അയഡൈഡ് പ്ലസ് ബേരിയം ബ്രോമൈഡ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാം. 2K പൊട്ടാസ്യം ബ്രോമൈഡ് പ്ലസ് ബേരിയം അയഡൈഡ് BaI2 2Ki potassium iodide plus BaBr barium bromide. പൊട്ടാസ്യം ബ്രോമൈഡ്, അതിൽ പൊട്ടാസ്യവും ഇതിലെ ബേരിയം അയഡൈഡ്. ഇപ്പം ഇവിടെ ബ്രോമൈഡ് മാറി അയഡൈഡ് വന്നു. ഇപ്പം ഇവിടെ ബ്രോമൈഡിനെ ഡിസ്പ്ലേസ് ചെയ്ത് ഇവിടെ അയഡൈഡ് വന്നു. ഇനി BaI2 ബ്രോമിയം അയഡൈഡിൽ ബേരിയം അയഡൈഡിൽ ഈ അയഡൈഡ് മാറിയിട്ട് ബേരിയത്തിൻ്റെ കൂടെ ബ്രോമൈഡ് വന്നു. അപ്പോൾ ഇവിടെയും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഉണ്ട്, ഇതിലും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. ഇന്നത്തെ ബി ക്വസ്റ്റ്യൻ, സിങ്ക് കാർബണേറ്റ്സ് gives zinc oxide plus carbon dioxide. It is an example of decomposition reaction. Zinc carbonate decompose ചെയ്തിട്ട് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡീകമ്പോസ് ചെയ്യാം. ഇതിൻ്റെ ഇക്വേഷൻ എഴുതാം. സിങ്ക് കാർബണേറ്റ് CO3 ഡീകമ്പോസ് ചെയ്യുന്നു. സിങ്ക് ഓക്സൈഡ് ZnO പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് CO2. സിങ്ക് കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ട് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറുന്നു. രണ്ടായിട്ട് അത് ഡീകമ്പോസ് ചെയ്ത് രണ്ട് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും രണ്ട് സാധനങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ അത് ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. ഇനി ഇതിലെ സി, ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ രണ്ട് സാധനങ്ങൾ കൂടിച്ചേരുന്നു. അതിൻ്റെ പ്രൊഡക്റ്റ് ഹൈഡ്രജനും ക്ലോറിനും രണ്ട് റിയാക്റ്റൻസ് കൂടിച്ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ആയിട്ട് മാറുന്നു. ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഇത് രണ്ടും കമ്പൈൻ ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. H2 പ്ലസ് Cl2 2HCl. ഇപ്പോൾ രണ്ട് റിയാക്റ്റൻസ് ചേർന്ന് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. ഇത് കോമ്പിനേഷൻ റിയാക്ഷനാണ്. ഇനി ഇതിലെ ഡി ക്വസ്റ്റ്യൻ, magnesium plus hydrochloric acid gives magnesium chloride plus hydrogen. It's an example of displacement reaction. നമുക്ക് ഇക്വേഷൻ എഴുതാം. Mg2HCl MgCl2 മഗ്നീഷ്യം പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ അവിടെ മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും ചേരുമ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും ഹൈഡ്രജനെ മാറ്റുന്നു. മഗ്നീഷ്യവും ക്ലോറിനും തമ്മിൽ ചേരുന്നു. അതായത് ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഹൈഡ്രജൻ മറ്റെന്തിൻ്റെയും കൂടെ ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഹൈഡ്രജൻ മാറി നിൽക്കുകയാണ്. മഗ്നീഷ്യനും ക്ലോറിനുമാണ് ചേരുന്നത്. അപ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാവുന്നു. അപ്പോൾ ഇത് വെറും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ ഡബിൾ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു, കാരണം രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. രണ്ട് പ്രൊഡക്റ്റും ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഹൈഡ്രജൻ മാറി നിൽക്കുകയാണ്, ഹൈഡ്രജൻ്റെ കൂടെ മറ്റാരും ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. Mg പ്ലസ് 2HCl. അപ്പോൾ Mgയും Cl2 ക്ലോറിനും കൂടെ ചേർന്നു
മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടായി ഹൈഡ്രജൻ അവിടെ ഡിസ്പ്ലേസ് മാറി നിൽക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇതിലെ 9th ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് വൺ മീൻ ബൈ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് റിയാക്ഷൻസ്, ഗിവ് എക്സാമ്പിൾസ്. എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും എന്താണ്? ഒന്ന് ഹീറ്റിനെ പുറത്തേക്ക് വിടുന്ന റിയാക്ഷനും ഒന്ന് ഹീറ്റ് ഉപയോഗിച്ചിട്ട് നടക്കുന്ന റിയാക്ഷനും. ഗിവ് എക്സാമ്പിൾസ്. എക്സോതെർമിക് റിയാക്ഷൻസ്, those reactions which occur with evolution of heat are exothermic reactions. റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റിനെ പുറത്തേക്ക് വിടുന്ന, ഹീറ്റിനെ റിലീസ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് എഴുതാം. 2NaOH H2SO4 Na2SO4 plus 2H2O 2NaOH plus H2SO4. NaOH H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ Na2SO4 ഉണ്ടാവുന്നു, അതുപോലെ H2O ഉണ്ടാവുന്നു. പ്ലസ് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ആസിഡുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഹീറ്റിനെ, ഇതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് ഹീറ്റ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഹീറ്റിനെ ഇവോൾവ് ചെയ്യുന്ന, ഹീറ്റിനെ പുറത്തേക്ക് വിടുന്ന, അല്ലെങ്കിൽ ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഹീറ്റ് ഉണ്ടാക്കപ്പെടുന്ന ഒരു ഇക്വേഷനാണ്. അതുകൊണ്ട് ഇതിനെ എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി എൻഡോതെർമിക് റിയാക്ഷൻ, ദോസ് റിയാക്ഷൻസ് വിച്ച് റിക്വയർ ഹീറ്റ് ടു ഒക്യൂർ ആർ എൻഡോതെർമിക് റിയാക്ഷൻ. ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഹീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷനെയാണ് എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എഴുതാം. ഗിവ്സ്, അവിടെ ഹീറ്റ് കൊടുക്കുന്നു. 2PbO plus 4 plus O2. ഇവിടെ PbNO3 ഹീറ്റ് കൊടുത്ത് അത് ഡീകമ്പോസ് ചെയ്തിട്ട് PbO plus 4NO2 plus ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കാൻ ഹീറ്റ് ആവശ്യമാണ്. ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് ഇവിടെ ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഹീറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് നടക്കുന്ന റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ. അതുപോലെ റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റിനെ പുറത്തേക്ക് വിടുന്നത് വിത്ത് ദ എവല്യൂഷൻ ഓഫ് ഹീറ്റ്, അത് എക്സോതെർമിക്കും. റിക്വയർഡ് ഹീറ്റ് ടു ഒക്യൂർ, അതിനെ എൻഡോതെർമിക് റിയാക്ഷൻസ് എന്നും പറയുന്നു.